ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കുറച്ചുനേരം മിണ്ടാതിരുന്നുകൂടെയോ? പ്രിയരെ, തിരുവനന്തപുരത്തുള്ള വെളുത്തേരി കേശവനാശാൻ പ്രശസ്തനായ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഗുരുദേവനൊപ്പം കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ കളരിയിൽ പഠിക്കുകയും അക്കാലത്ത് വാരാണപ്പള്ളിയിൽ താമസിക്കുകയും ചെയ്തിരുന്ന ആളാണ്. സംസ്കൃത ഭാഷയിൽ വെളുത്തേരിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. മഹാതാർക്കികനായിരുന്ന അദ്ദേഹത്തിന് മറ്റു പണ്ഡിതന്മാരെ തർക്കിച്ച് തോൽപ്പിക്കുന്നതിൽ അസാമാന്യമായ വിരുദുണ്ടായിരുന്നു. അക്കാലത്ത് ഏത് സദസ്സിലും ഏത് ചടങ്ങിലും വെളുത്തേരി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും സ്ഥാനവും ഏറ്റവും മുന്നിൽ തന്നെയാകുമായിരുന്നു. അത്തരം വേളകളിൽ നിശബ്ദനായിരിക്കുന്ന ശീലം വെളുത്തേരിക്ക് ഉണ്ടായിരുന്നില്ല. സ്വയം നേതൃത്വസ്ഥാനം അലങ്കരിച്ച് ഓരോന്ന് ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു സ്വഭാവം. പണ്ഡിതന്മാർക്കിടയിൽ വെളുത്തേരി ആശാന് മുന്നിൽ ശിരസ്സുയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ ധൈര്യമുള്ളവർ നന്നേ കുറവായിരുന്നു. കേശവനാശാന്റെ ഈ പാണ്ഡിത്യഗർവിൽ അസന്തുഷ്ടരായിരുന്ന ചിലർ ഒരിക്കൽ ഗുരുദേവന്റെ അടുത്തെത്തി പരാതി പറയുകയുണ്ടായി. അപ്പോൾ വാരാണപ്പള്ളിയിൽ വെച്ച് കേശവനാശാൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കൗശലങ്ങളും കുസൃതികളും ഗുരുദേവൻ ഫലിതരൂപേണ പറയുകയും ചിരിക്കുകയും ചെയ്തു. അതെല്ലാം കേട്ടപ്പോൾ അവർക്ക് ആശാനോടുണ്ടായിരുന്ന പരാതിക്ക് ശക്തിയില്ലാതായി. ഒരു ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു ഭക്തന്റെ മകളുടെ വിവാഹ ചടങ്ങിന് ഗുരുദേവൻ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് ആദരപൂർവ്വം ഗുരുദേവനെ വണങ്ങി. ആ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന വെളുത്തേരിയുടെ സംസാരം ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ശബ്ദഗാംഭീര്യത്തിനു മുന്നിൽ മറ്റുള്ളവരുടെ സംസാരങ്ങളെല്ലാം നിഷ്പ്രഭമായി തീർന്നിരുന്നു. പൊതുവിൽ ആരും ഉറച്ചു സംസാരിക്കുന്നത് ഗുരുദേവന് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ യാതൊരു നിർത്തും കൂടാതെയുള്ള ആ സംസാരം കുറച്ചുനേരം കേട്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, കേശവൻ ആരോടാണ് തർക്കിക്കുന്നത്? ഒരാൾ ആശാനോട് തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള ധൈര്യം ആർക്കുമില്ല സ്വാമി. ഗുരുദേവൻ, കേശവനെ നാം വിളിക്കുന്നു എന്ന് പറയണം. ഉടൻ അയാൾ പോയി ഒരു ഭാഗത്ത് ഉറക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന വെളുത്തേരിയെ വിളിച്ചുകൊണ്ടുവന്നു. വെളുത്തേരി ഗുരുദേവനെ കണ്ട് വന്ദിച്ചു. അതിനുശേഷം വീണ്ടും പതിവൊച്ചയിൽ സംഭാഷണം നടത്തുവാൻ ആരംഭിച്ചു. അങ്ങനെ ആ അന്തരീക്ഷം വീണ്ടും സംസാരമുഖരിതമായപ്പോൾ ഗുരുദേവൻ വെളുത്തേരിയെ നോക്കി പറഞ്ഞു, ഇതൊരു വിവാഹ സ്ഥലമല്ലയോ? കുറച്ചുനേരം മിണ്ടാതിരുന്നുകൂടെയോ? ഗുരുദേവന്റെ ആ കൽപ്പന സതീർത്ഥ്യനായിരുന്ന കേശവനാശാന് ഒട്ടും ഇഷ്ടപ്പെടുകയുണ്ടായില്ല. അതിനാൽ ഗുരുദേവന് മുന്നിൽ വലിയ സ്വാതന്ത്ര്യമെടുത്തുകൊണ്ട് അദ്ദേഹം പിന്നെയും ഉറക്കെ സംസാരിക്കുവാൻ ഒരുമ്പെട്ടു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചുപോയി. അതിൽ പിന്നെ ഒരക്ഷരം പോലും പുറത്തേക്ക് വരികയുണ്ടായില്ല. നാവ് ചലനമറ്റതുപോലെയിരുന്നു. പെട്ടെന്നുണ്ടായ ആ സംഭവം കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം വളരെ അത്ഭുത പരതന്ത്രരായി. വെളുത്തേരി ഒരു ഊമയെപ്പോലെ നിസ്സഹായനും വിഷണ്ണനുമായി ഗുരുദേവന് മുന്നിൽ നിന്നു. അതോടെ അദ്ദേഹത്തിന്റെ അമിതമായ അഹംഭാവത്തിന് അറുതിയുണ്ടായി. സ്നേഹപൂർവ്വം, എൻജൻ, കയനാടത്ത്.